ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ എന്തായാലും ലേഡീസ് ഓർഡർ ഗ്യാരേജ് ആൻഡ് ട്രാവലറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ എടുക്കുന്ന മുമ്പ് നമ്മുടെ ഈ 525 റുപ്പീസിൽ നമ്മൾ സോൾവ് ചെയ്യുമായിരുന്നു. നമ്മളൊന്ന് സോൾവ് ചെയ്തിട്ടുണ്ട്. ഫുള്ളും ക്ലിയർ ചെയ്തേക്കാണ്. അല്ല അഡ്രസ് അല്ല, ഫുള്ള് ക്ലിയർ ആക്കുക. ട്രിക്ക് അറിയത്തില്ല വ്യത്യാസം. സോ കുറച്ച് സെറ്റപ്പിൽ അങ്ങ് എടുക്കുന്നേ ഉള്ളൂ. സോ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നമ്മളിന്ന് പറയാൻ പോകുന്നത് വേറൊരു കാറുമല്ല, നമ്മളെ സ്വന്തം ബുഗാട്ടിയെ പറ്റിയാണ്. ബുഗാട്ടിയുടെ കാറൊക്കെ നമ്മളിത് കേട്ടിട്ടുണ്ടാകും കുറേ. ബുഗാട്ടിയുടെ ടൂർബിലോൺ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബുഗാട്ടി ടൂർബിലോൺ പുറത്തൊക്കെ നല്ല തണുപ്പാണിപ്പോൾ, കാരണം മഴയൊക്കെയാണ്. കേരളത്തിലൊക്കെ ഇപ്പോൾ നല്ല മഴയും ചൂടുമൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ബുഗാട്ടിയുടെ വീഡിയോയിലാണ് നമ്മളിന്ന് പോയി എത്തിയിരിക്കുന്നത്. ബുഗാട്ടിയുടെ ടൂർബിലോണിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവർ പോയി കാണുക. സോ അതിന് ശേഷം ഈ വീഡിയോ ഒന്ന് കാണുക. അങ്ങനെയൊന്നും ഇല്ല, ഇത് പാർട്ട് 2 അങ്ങനെയൊന്നുമല്ല. ഒരു അൾട്രാവൈലറ്റിൻ്റെ തന്നെ ഒരു പാർട്ട് 1 പാർട്ട് 2 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. ഓക്കെ, സോ ഇന്നത്തെ നമ്മുടെ ബുഗാട്ടിയുടെ ഒരു പുതിയ മോഡലാണ് പറയാൻ പോകുന്നത്. അതാണ് ബുഗാട്ടി ഡിവോ. ബുഗാട്ടി ഡിവോ എന്നൊരു കാറിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോ പറയാൻ പോകുന്നത്. സോ അപ്പോൾ എന്തായാലും നമ്മൾ കാറിൻ്റെ വീഡിയോയിലേക്ക് എന്തായാലും കടക്കാം. ഓക്കെ, വീഡിയോയിലേക്കല്ല, അതിൻ്റെ ഫീച്ചേഴ്സിലേക്ക് കടക്കാം. സോ ബുഗാട്ടി ഡിവോയാണ്. അതിവേഗത്തിലേക്കും വെച്ച് മനസ്സിലായ അതിവേഗതയ്ക്കും ആഡംബരത്തിനും പേര് കേട്ട ലോകത്തിലെ തന്നെ ഏറ്റവും എക്സ്ക്ലൂസീവ് ഹൈപ്പർ കാറുകളിൽ ഒന്നാണ് ബുഗാട്ടി ഡിവോ എന്ന് പറയുന്ന മോഡൽ. 1479 bhp കരുത്തും 1600 Nm ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന 7993 cc W16 സിലിണ്ടർ എഞ്ചിനാണ് ഇതിൻ്റെ പ്രധാന ആകർഷണം. അതായത് ഇതിൻ്റെ എഞ്ചിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ W16 തന്നെയാണ്. സോ നമ്മുടെ ടൂർബിലോണിന് ഉള്ളു V16 വരുന്നത്, നമ്മുടെ W16 എഞ്ചിനാണ്. പിന്നെ വരുന്നൊരു ഫീച്ചറാണ് മികച്ച എയറോഡൈനാമിക്സ്, വേഗതയ്ക്ക് ആക്സിലറേഷൻ. അതായത് മികച്ച എയറോഡൈനാമിക്സ് ആണ് ഏത് കാറിൻ്റെ ആയാലും ബൈക്കിൻ്റെ ആയാലും എയറോഡൈനാമിക്സ് ആണ് മെയിനായിട്ടും വരുന്നത്. എയറോഡൈനാമിക്സ് ഇല്ലെങ്കിൽ അത് നമ്മുടെ ഒരു SUV ഓടിക്കൊണ്ടിരിക്കും. SUV കാറ് നമ്മുടെ സാധാരണ ഒരു കാറല്ലേ, ആ കാർ ഓടിക്കൊണ്ടിരിക്കും. സോ പിന്നെ വേറൊരു കാര്യമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മികച്ച എയറോഡൈനാമിക്സ്, വേഗതയിലുള്ള ആക്സിലറേഷൻ, മികച്ച ഹാൻഡ്ലിങ് എന്നിവ ഈ കാറിനെ അസാധാരണമാക്കുന്നു. അതായത് മികച്ച ഹാൻഡിൽ വെച്ചാൽ മറ്റേ ഈ ബൈക്കിൻ്റെ ഹാൻഡിലല്ല, സ്റ്റീറിങ് ഹാൻഡിലാണ് ഉദ്ദേശിക്കുന്നത്. സോ അത്രയ്ക്ക് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഹാൻഡിലും അതൊക്കെയാണ് പറയുന്നത്. സോ അത് കഴിഞ്ഞിട്ട് വരുന്നൊരു കാര്യമാണ് ഇതിൻ്റെ പ്രധാന സവിശേഷതകൾ. അതിൻ്റെ ഹൈലൈറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ എൻജിൻ 7993 cc W16 എൻജിന്, പിന്നെ പവർ 1479 bhp അറ്റ് 6700 RPM ആണ്. സോ പവർ വരുമ്പോൾ 6700 RPM ആണ് 1479 bhp പവർ വരുന്നത്. ടോർക്ക് വരുന്നത് 1600 Nm അറ്റ് 2000 RPM. 2000 തൊട്ട് 6000 RPMൻ്റെ 1600 Nm ടോർക്കാണ് വരുന്നത്. പിന്നെ സീറ്റിംഗ് കപ്പാസിറ്റി ആകെ 2 പേർക്ക് പറ്റുള്ളൂ, സ്പോർട്സ് കാറല്ലേ. ഓക്കെ, പിന്നെ ഇവിടെ എന്താണ് സംഭവം, താഴെ വീണയാണ് കേട്ടോ, കാറ്റില്ലേ, മഴയൊക്കെ ആയപ്പോൾ ഇവിടെ ഞാൻ ജനലിൽ എന്തുണ്ടോ വെച്ചാൽ അത് ജനലല്ല, അവിടെ ഞങ്ങളുടെ താഴെ വീണതാണ്. ഓക്കെ, പിന്നെ നമ്മൾ വരുന്നൊരു കാര്യം ട്രാൻസ്മിഷൻ ഓട്ടോമാറ്റിക്കാണ്. പിന്നെ ഇന്ധന ടാങ്ക്, ഫ്യൂൾ ടാങ്ക് 100 ലിറ്ററിൻ്റെ ഫ്യൂൾ ടാങ്കാണ്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് കളഞ്ഞ സാഹചര്യം നമ്മളുടെ എന്താണ് പറയുക യോവക്സിൻ്റെ ഒരു ഷട്ടിൽ വർക്കായിരുന്നു കളഞ്ഞു പോയത്. സോ അതിൻ്റെ കാര്യം കൊണ്ട് വിടാം. അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ ഈ ചാനലിനെ പറ്റിയായിരുന്നു, അതായത് നമ്മുടെ ബുഗാട്ടി ഡിവോ കാറിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സോ അപ്പോൾ എന്തായാലും ബുഗാട്ടിയുടെ ഡിവോ
സീറ്റർ കാറാണ് നമ്മളുടെ W16 എഞ്ചിൻ. W16 എഞ്ചിൻ എന്താണെന്ന് അറിയാത്തവർക്ക് നമ്മുടെ ബുഗാട്ടിയുടെ ടൂർബിലോൺ കാറിനകത്ത് നമ്മൾ പറയുന്നുണ്ട്. സോ എന്തായാലും ആ വീഡിയോ കണ്ട് അതിനകത്ത് എഞ്ചിൻ്റെ കാര്യം മനസ്സിലാക്കിയതിന് ശേഷം അതിനകത്ത് വരിക. ഓക്കെ, അപ്പോൾ അതിനകത്ത് പ്രകടനവും അതിൻ്റെ പെർഫോമൻസൊക്കെ പറയുന്നുണ്ട്. അവിശ്വസനീയമായ ആക്സിലറേഷനും അതീവ പ്രീമിയം അനുഭവങ്ങൾ. സോ ഇതാണ് അനുഭവമാണ് ഇതിൻ്റെ ഫീച്ചർ. അത് സോ ബുഗാട്ടിയുടെ തന്നെ നല്ല ഒന്നര കാറാണ്. ബുഗാട്ടി കാർക്ക് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കാറാണ്. അല്ല, മികച്ച എഞ്ചിനീയറിങ് അത്ഭുതകരവുമായ പ്രകടനവും സംയോജിപ്പിക്കുന്ന ഒരു അതിവേഗ വാഹനമാണ് നമ്മുടെ ഡിവോ. ഇത് 40 യൂണിറ്റേ ഉള്ളൂ. അതായത് നമ്മുടെ ഷിറോൺ വരുമ്പോൾ ഒരു 500 യൂണിറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ബുഗാട്ടി ടൂർബിലോൺ വരുമ്പോൾ ഒരു 250 വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഡിവോ വരുമ്പോൾ ഒരു 40 യൂണിറ്റ് മാത്രമേ വരുന്നുള്ളൂ. 30 കാറുകളെ അവർ നിർമ്മിക്കുന്നുള്ളൂ. സോ അപ്പോൾ അങ്ങനെ ഇതിൻ്റെ പിന്നെ വേറൊരു ഫീച്ചറാണ് ഇതിൻ്റെ ഫ്യൂൽ ടാങ്ക്. ഫ്യൂൽ ടാങ്ക് പറയുമ്പോൾ പിള്ളേർ കിടന്ന് അലയ്ക്കുന്നതാണ്. സോ ഈ ഫ്യൂൽ ടാങ്ക് വരുമ്പോൾ അങ്ങനെ അല്ലപ്പ. ഓക്കെ, അപ്പോൾ അവിടുത്തെ നമ്മുടെ ബുഗാട്ടി ഡിവോയ്ക്കകത്ത് യൂസ് ചെയ്യുന്ന ഫ്യൂൽ ടാങ്ക് 100 ലിറ്ററിൻ്റെ കപ്പാസിറ്റി ഉള്ള ഫ്യൂൽ ടാങ്കാണ്. W16 എഞ്ചിനാണ് വരുന്നത്. പിന്നെ 8.0 ലിറ്റർ W16 എഞ്ചിനാണ് ഇതിൻ്റെ മെയിൻ വരുന്നത്. പിന്നെ എയറോഡൈനാമിക്സ് ആണ് ഇതിൻ്റെ മെയിൻ. ഒരു കാറിൻ്റെ എയറോഡൈനാമിക്സ് ആണ് ആ കാറിൻ്റെ പെർഫോമൻസ് മികച്ചാക്കുന്നത്. കാറിൻ്റെ മാത്രമല്ല, ബൈക്കിൻ്റെ അത് തന്നെയാണ്. സോ അതൊന്നും ഇല്ലെങ്കിൽ അത് വെറും നമ്മളൊരു ഒരു SUV കാറ്, നമ്മുടെ ഒരു സാധാരണ കാറൊക്കെ ഓടിക്കുന്ന പോലെ ഇരിക്കും. സോ പിന്നൊരു കാര്യം ഡിസൈനാണ്. കാർബൺ ഫൈബർ റിയർ വിങ് സവിശേഷമായ LED ടെയിൽ ലൈറ്റുകൾ, മികച്ച രീതിയിലുള്ള ബോഡി. സോ ഇതാണ് ഡിസൈൻ എന്ന് പറയുന്നത്. ഇത് കാർബൺ ഫൈബർ ബോഡിയാണ്. ഏതൊരു കാറിൻ്റെയും സ്പീഡ് കൂട്ടാൻ കാർബൺ ഫൈബർ ബോഡി മതി. കാർബൺ ഫൈബർ നല്ല ഫ്ലെക്സിബിളുമാണ്, അതുപോലെ തന്നെ നല്ല ബലവും താങ്ങും. അതാണ് കാർബൺ ഫൈബറിൻ്റെ യൂസ് ചെയ്യുന്നതിൻ്റെ കാരണം വരുന്നത്. പിന്നെ LED ലൈറ്റുകളാണ് ബാക്കി യൂസ് ചെയ്യുന്നത് ടെയിൽ ലൈറ്റായിട്ട്. പിന്നെ വരുന്നതാണ് കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അത് നോക്കും, നമ്മൾ പറയാൻ വരെ തന്നെ സമയമെടുക്കും. എയറോഡൈനാമിക്സിനെ പറ്റി പറഞ്ഞിരുന്നു. നമ്മുടെ സ്റ്റിയറിംഗ് കൺട്രോളിങ്ങും ട്രാക്കിലെ വേഗതയെ വർദ്ധിപ്പിക്കുന്ന ഡിസൈനാണ് ഇതിൻ്റെ എയറോഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ എത്ര സ്പീഡ് ഉണ്ടെങ്കിലും ഇത് നിയന്ത്രിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു ഫീച്ചേഴ്സ് ഉണ്ട് ഇതിന്. പിന്നെ എഞ്ചിൻ പ്രകടനം ഞാൻ പറഞ്ഞ പോലെ തന്നെയായിരുന്നു, നേരത്തെ പറഞ്ഞ പോലെ തന്നെയായിരുന്നു. 1500 PS കരുത്തുള്ള 8.0 ലിറ്റർ W16 എഞ്ചിനാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. സോ അതിൻ്റെ ടോർക്കും ഒക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ടോർക്കൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു, അതിൻ്റെ എത്ര ടോർക്കൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ്. സോ ഇതിൻ്റെ അടുത്ത് നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ പ്രൈസാണ്. പ്രൈസ് ഏതൊരു കാറിൻ്റെ മെയിൻ കാര്യം വരുന്നതിൻ്റെ പ്രൈസാണ്. സോ നമ്മളതിൻ്റെ പ്രൈസാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. സോ ഇത് നമുക്ക് ബുഗാട്ടിയുടെ ഡിവോ മോഡലാണ്. സോ അതിൻ്റെ പ്രൈസ് ഇൻ ഇന്ത്യയാണ് നോക്കിയപ്പോൾ പ്രൈസ് ഇൻ ഇന്ത്യ വരുമ്പോൾ ഒരു 41 കോടി രൂപയോളം വരുന്നത്. 41 crores. അപ്പോൾ ഇത് ഡോളേഴ്സ് ആണെങ്കിൽ അതിൻ്റെ പ്രൈസ് പിന്നെ കുറയും ചാൻസസ് ഉണ്ട്. മിനിമം എന്താണെന്ന് നോക്കട്ടെ. സോ അപ്പോൾ നമ്മൾ ഡോളേഴ്സിൽ നോക്കിയപ്പോൾ അതിൻ്റെ US ഡോളർ വരുമ്പോൾ ഒരു 5.8 മില്യൺ US ഡോളറാണ് വരുന്നത്. ഒരു $6 മില്യൺ USA അമേരിക്കയിലൊക്കെ ഡോളർ വെച്ച് നോക്കുമ്പോൾ വരുന്നത്. സോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ മനസ്സിലാവും ഞാൻ കരുതുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ വെക്കുന്നൊരു QR കോഡുണ്ട്. സോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇവിടെ നമ്മൾ ഏത് വീഡിയോയിലും ഒരു QR കോഡ് നമ്മളിവിടെ ഒരു വർക്കൗട്ട് വെച്ചിരിക്കും. ഇവിടെ കമ്പനിയുടെ ലോഗോയും വരുന്നുണ്ട്. നമ്മുടെ ഇവിടെ QR കോഡ് വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഇവിടെ നമ്മുടെ ചാനലിൻ്റെ
വരുന്നത്. അത് നമ്മുടെ ചാനലിൻ്റെ എന്താണ് ഈ തള്ളവരൽ കാണിക്കുന്ന സ്ഥലത്ത് നമ്മളുടെ ചാനലിൻ്റെ എന്താണ് പേരും കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ താഴെ വരുന്നത് നമ്മളുടെ എന്താണ് ലൈക്ക് ബട്ടൺ ഉള്ള കാര്യം വരുന്നുണ്ട്. ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ ഇങ്ങോട്ടാണ് കയറുന്നത്, നമ്മുടെ സൈറ്റിലോട്ട്, നമ്മുടെ ചാനലിൻ്റെ സൈറ്റിലോട്ടാണ് കയറുന്നത്. അതാണ് നമ്മുടെ ചാനലിൽ നല്ല സ്മാർട്ട് ഗാരേജ് ആൻഡ് ട്രാവൽ. സോ ഇതിൽ നമ്മളിപ്പോൾ ഈ വീഡിയോ ആണ് ഇപ്പോൾ അപ്ലോഡ് ആയിട്ടിരിക്കുന്നത്, ഈ ഒരെണ്ണം. സോ അപ്പോൾ അതിന് ശേഷം വരുന്നതാണ് നമ്മളിത് ഈ റാലി സൈക്കിളിൻ്റെ റാലി സർജൻ മോഡൽ, അതിൻ്റെ കുറച്ച് പറയുന്നുണ്ട്. ശേഷം വരുന്ന സീറോ അൽഫ, ഹോണ്ടയുടെ സീറോ അൽഫ 2027 ഇറങ്ങാൻ പോകുന്നത്. പിന്നെ ഇതാണ് നമ്മളുടെ ഈ ബൈക്കാണ് നമ്മളുടെ എന്താണ് അൾട്രാ വയലറ്റിൻ്റെ X47 മോഡൽ. അതിന് ശേഷം വരുമ്പോൾ നമ്മൾ താഴെ പോർഷയുടെ GT3 RS മോഡലാണ്. ഇത് നമ്മുടെ എന്താണ് സ്കൂട്ടറാണ്, നമ്മളുടെ അൾട്രാ വയലറ്റിൻ്റെ അൾട്രാ വയലറ്റ് സ്കൂട്ടറാണ് ഇത് ഈ കിടക്കുന്നത്. ഇത് അൾട്രാ വയലറ്റിൻ്റെ ടെസ്റാക്ട് എന്ന മോഡൽ സ്കൂട്ടർ. അതിന് ശേഷം വരുന്നതാണ് നമ്മുടെ ബുഗാട്ടിയുടെ ടോർബിലോൺ. സോ അപ്പോൾ ഇതാണ് നമ്മുടെ ബുഗാട്ടി ടോർബിലോണിൻ്റെ ഇന്നത്തെ W16 എഞ്ചിൻ്റെയും ഇതിൻ്റെ ഫീച്ചേഴ്സും V16 എഞ്ചിൻ്റെയും ഒരു എഞ്ചിൻ എന്താണെന്നൊക്കെ പറയുന്നതിൻ്റെ ഉണ്ട്. ഒരു എഞ്ചിൻ്റെ എന്താണ് വരുന്നത്, അതായത് ഏതൊക്കെയാണ് മോഡലുകൾ നമ്മൾ പറയുന്നുണ്ട്. സോ അപ്പോൾ V16 എന്താണ് ഫീച്ചേഴ്സ്, W16 എന്താണ് ഫീച്ചേഴ്സ് എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ വീഡിയോയും നിങ്ങൾ കാണാൻ മറക്കരുത്. എന്തായാലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇവിടെ കൊടുത്തിരിക്കുന്ന QR കോഡ് എന്താണ് സ്കാൻ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. സോ അപ്പോൾ എന്തായാലും ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ല ബട്ടൺ അതുപോലെ തന്നെ അമർത്താൻ മറക്കരുത്. ഇതുപോലത്തെ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ എന്താണ് നിങ്ങളുടെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഇൻഫർമേഷൻ ആ ഒരു സമയത്ത് കിട്ടാൻ വേണ്ടിയാണ് ബെൽ ബട്ടൺ അമർത്താൻ പറയുന്നത്. സോ അപ്പോൾ ഇപ്പോൾ ബുഗാട്ടിയുടെ പറഞ്ഞാൽ ചിലപ്പോൾ അടുത്ത വേറൊരു കാറായിരിക്കും, ബുഗാട്ടിയുടെ തന്നെ ആയിരിക്കും, ചിലപ്പോൾ വേറൊരു കാറായിരിക്കും, ലംബോർഗിനി, ഫെറാറി, പോർഷെ, പഗാനി, മക്ലാരൻ, അതുപോലത്തെ പല പല കാറുകളുമുണ്ട്. സോ നമ്മൾ SUV റേസിംഗ് കാറുകൾ മാത്രമല്ല, റേസിംഗ് കാറ്, ബൈക്ക്, SUV-കൾ, പിന്നെ ആദ്യമായിട്ട് സ്കൂട്ടറിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി ഏതൊരു വീഡിയോ വരുമ്പോൾ നിങ്ങൾ കാണാൻ മറക്കരുത്. അപ്പോൾ ഇനിയും വീഡിയോസിന് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇനിയും കാണാവുന്ന വിഷയം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുമായിരിക്കും. ബൈ ബൈ.